നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 783 783. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 783. ഭഗവാന്റെ ലീലാകാന്ഡം എന്നുള്ള ഭാഗത്തിൽ 47-ാം സർഗം ഗുണദോഷ ചിന്തനം. അതിൽ 12-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. സ്വധർമ്മ സംശുദ്ധി നിമിത്തമായി അകം തെളിഞ്ഞ് ഉജ്ജ്വലമാമതിങ്കൽ വിജ്ഞാനമാർന്ന് എൻ ചരണാരവിന്ദ പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. ഭഗവാന്റെ തിരുവാദപത്മങ്ങളിൽ നിന്നുണ്ടാവുന്ന അമൃത സമാനമായ പ്രേമാമൃതം. ആ വാക്ക് വളരെ ഗൗരവമാണ്. പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. അപ്പോൾ ഓരോരുത്തരും ഭഗവത് പാദാരവിന്ദത്തിൽ തലമുട്ടി ഭഗവാനെ നമസ്കരിച്ച് തൊഴുമ്പോഴല്ലേ നേരിൽ ആ ദിവ്യമംഗള രൂപം ആകർഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത് നിന്നിട്ടല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജോലി ഒരു പൂജാരിനെ ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഊണ് കഴിക്കേണ്ട കാര്യം നമ്മൾ ഏൽപ്പിക്കുന്നുണ്ടോ? ഉറങ്ങേണ്ട കാര്യം, ആനന്ദിക്കാനുള്ള കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളത് ഏവരുടെയും കടമയാണ്, കടപ്പാടാണ്. അപ്പോൾ പറയണു, സ്വർഗത്തിൽ മേവുന്നവനും കൊതിപ്പൂ മനുഷ്യദേഹം നരകസ്ഥനെ പോൽ ഉൾക്കൊണ്ടിടാ മറ്റു ശരീരമേതും വിജ്ഞാനവും ഭക്തിയും ഇപ്രകാരം. എന്താ ഇപ്പോൾ പറഞ്ഞത്? സ്വർഗത്തിൽ മേവുന്നവനും കൊതിപ്പൂ മനുഷ്യദേഹം. എന്തിനു വേണ്ടിയിട്ട്? ദേഹം, മനുഷ്യദേഹം നരകസ്ഥനെ പോൽ. നരകത്തിലുള്ളവരും സ്വർഗത്തിലുള്ളവരും മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ധർമാർത്ഥ കാമ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ക്രമമുക്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു, ഉൾക്കൊണ്ടിടാൻ മറ്റു ശരീരമേതും. വേറൊരു ശരീരം കെട്ടിയിട്ട് കാര്യമില്ല. വിജ്ഞാനവും ഭക്തിയും ഇപ്രകാരം. അതേപോലെ തന്നെയാണ്, വിജ്ഞാനം വേണം, ഭക്തി വേണം. അതോർത്ത് ഒരാളും നരകത്തിലേക്കു ചെല്ലായിക. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് നരകത്ത് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഫ്രീ സർവീസാണ് അവിടെ. ഇടിയും കുത്തും തൊഴിയും വറക്കലും പിടിക്കലൊക്കെ. അവിടെ പോണ്ട. അപ്പോൾ പറഞ്ഞു, അതോർത്ത് ഒരാളും നരകത്തിലേക്കു ചെല്ലായിക. അതേമാതിരി വിണ്ണിലേക്കും, അതേമാതിരി സ്വർഗത്തിലേക്കും പോകരുത്. പിന്നെ എന്താ ചെയ്യാം? ഡയറക്റ്റ് വിഷ്ണുപദം പോവുക. വിശ്വാസ്യമല്ലീ ഉടയും മനുഷ്യ ശരീരമാർന്നേടുലുമാം പ്രമാദം. വിശ്വാസമല്ലീ, അതെ, ഉടയും മനുഷ്യ ശരീരം മാർന്നേടുലുമാം പ്രമാദം. പ്രമാദം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് വളരെ നന്നായി എന്നർത്ഥമുണ്ട്, പിന്നെയോ തലയ്ക്ക് സുഖമില്ല എന്ന് അർത്ഥമുണ്ട്. ഏത് വേണമെങ്കിൽ സ്വീകരിച്ചോളൂ. പ്രമാദം അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണുള്ളിലതോർത്തിടാതെ. എന്താണ് ഇതിൻ്റെ ഒരു ഗരിമ? അഖണ്ഡവും ദിവ്യവുമായ സച്ചിദാനന്ദമാണുള്ളിൽ അതോർത്തിടാതെ. എൻ്റെയും നിങ്ങളുടെയും സർവത്ര ജീവജാലങ്ങളെയും ഉള്ളിൽ
അഖണ്ഡമായ ദിവ്യവുമായ സച്ചിദാനന്ദമാണ്, സത്ത് ചിത്ത് ആനന്ദമാണ്. എന്നിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് ആനന്ദിക്കാൻ. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. എന്തിനാണ് സിനിമയ്ക്ക് പോകുന്നത്? കരയാൻ വേണ്ടി കേട്ടോ, വാൾപ്പയറ്റിങ്ങിനോ, വാൾപ്പയറ്റ് കാണാനോ? അപ്പോൾ നിങ്ങൾക്ക് മഹാഭാരതം വായിച്ചാൽ അതിലുണ്ടല്ലോ എത്ര യുദ്ധം ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിലറിയാൻ. അപ്പോൾ വെറും മൃഗങ്ങൾ കണയുന്ന ഭാഗ്യസുഖത്തിൽ മോഹിക്കുകയാം മനുഷ്യൻ. മനുഷ്യനായി പറന്നും വെറും മൃഗങ്ങളെ പോലെ, നായ്ക്കളെ പോലെ, ആടുകളെ പോലെ, പശുക്കളെ പോലെ, കഴുതകളെ പോലെ, വെറും മൃഗങ്ങൾ കണയുന്ന ബാഹ്യസുഖത്തിൽ മോഹിക്കുകയാം മനുഷ്യൻ. ബാഹ്യസുഖം അല്ലേ? ആലോചിച്ച് നോക്കൂ. ഉൾക്കാമ്പിൽ എന്താ പറഞ്ഞത്? ഉൾക്കാമ്പിലൂറും സുഖമങ്ങും ഇങ്ങും മനസ്സിലുണ്ടാവുന്ന സുഖങ്ങൾ, പുറത്തുണ്ടാവുന്ന സുഖങ്ങൾ, ശരീരത്തിൻ്റെ പുറത്തുണ്ടാവുന്ന സുഖങ്ങൾ. ഉൾക്കാമ്പിലൂറും സുഖമങ്ങുമിങ്ങും തിരിഞ്ഞു മർത്യൻ മരണം വരേക്കും നശിക്കും ഓരോന്നിലുമാണ് ഇരുട്ടിൽ കൈയിട്ടു നോക്കുന്നത് മൂഢനായോൻ. എവിടെ സുഖം കിട്ടുക? എവിടെ സുഖം കിട്ടുക? ബസ്സിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിലൊന്ന് മുട്ടിച്ചു വിചാരിച്ചാൽ അതൊരു സുഖം. തല്ല് കിട്ടാത്ത കുഴപ്പമല്ലേ? തല്ല് കിട്ടാത്ത കുഴപ്പമല്ലേ? അതാണ് പെൺകുട്ടികൾ സൂചിയായിട്ടാണ് നിൽക്കുന്നത്. വേറെ ചിലവരുണ്ട്, ഒരുമി നിൽക്കും, പേഴ്സ് അടിച്ച് പോകും. അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും അവനവന് കള്ളു കുടിക്കേണ്ട കാശും മരുന്ന് വേണ്ട കാശ് അവരടിച്ചു കൊണ്ടുപോകും. ഇതാണോ സുഖം? കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് നടു റോട്ടിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നതാണോ സുഖം? പറയൂ. കിട്ടണ കാശ് മുഴുവൻ ലോട്ടറിക്ക് കൊടുത്ത് കുട്ടികൾക്ക് മാമുണ്ണാൻ കൊടുക്കാതെ ഇരിക്കുന്നതാണോ സുഖം? നിങ്ങൾ പറയൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നശിക്കുമോരോ നിലുമാണിരുട്ടിൽ. എന്താ നശിക്കും? ആ നശിക്കുമ്പോൾ ഓരോന്നിലും കൈയിട്ടു നോക്കുന്നത് മൂടനായോൻ. ഏതിലാണ് എനിക്ക് ഗുണം പിടിക്കുക? ഗുണം പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, അല്ലാണ്ട് എങ്ങനെ? ഞാനൊരു 10-15 കിലോ അടയ്ക്ക നേരെയാക്കിയിട്ട് അപ്പോൾ രാത്രി 8 മണിക്കാണ് ഇപ്പോൾ ഇത് റിലേ ചെയ്യണത്. നാളെ കാലത്ത് എയറിയും. ഇന്നൊരു 20 മിനിറ്റ് ഒരു എന്താ പറയുക ഭാഗവതം മൂലം എയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലാണ് ജീവിതം മുഴുവൻ. അപ്പോൾ പറഞ്ഞു ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തി ഏന്തി. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്? ഉണർന്ന് എന്തിൽ നിന്ന് ഉണരണം? ആലസ്യത്തിൽ നിന്ന് ഉണരുക. ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം, പുറത്ത് കാണുന്നതൊക്കെ എന്താണ്? ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞ് ഉള്ളിൽ വിരക്തി ഏന്തി. മനസ്സിൽ പൂർണ്ണമായ വിരക്തി, വൈരാഗ്യം ഉണ്ടായിട്ട് സത്സംഗ സൗഭാഗ്യമോടാത്മവിദ്യ. സത്സംഗം സൗഭാഗ്യമാണ്. അതിൽ ആത്മവിദ്യ ശീലിക്കുവാനാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം എന്തിനാണ്? സത്സംഗ സൗഭാഗ്യമോടാത്മവിദ്യ ശീലിക്കണം. നല്ലല്ലേ പാലിക്കാൻ പറ്റുള്ളൂ. ശീലിക്കണം. സത്യം, സമത്വം, ക്ഷമ തൊട്ട പുണ്യഗുണങ്ങളാൽ ഉൾത്തടമാകമാനം. സത്യം, സമത്വം, ക്ഷമ തൊട്ടു പുണ്യഗുണങ്ങളാൽ ഉൾത്തടമാകമാനം വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടും ഈ മാനുഷദേഹമാർന്നോൻ. ഈ മനുഷ്യൻ്റെ ദേഹം കിട്ടിയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സത്യം, സമത്വം, ക്ഷമ തൊട്ട പുണ്യഗുണങ്ങളാൽ ഉൾത്തടമാകമാനം. മനസ്സ് മുഴുവൻ നിറയണം. എന്നിട്ടോ വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടും ഈ മനുഷ്യ ദേഹം ഉണ്ടല്ലോ, ശരീരം ഉണ്ടല്ലോ, അത് വലിയ ഒരു ദേവാലയമായിട്ട് മാറ്റണമെന്നാ. അല്ലാണ്ട് പകുതി പുറമ്പോക്ക് അവിടെയും ഇവിടെയും കാണിച്ച്
തോന്നിവാസം കാണിക്കാനല്ല. അവിടെ കുറച്ച് കീറി, ഇവിടെ കുറച്ച് കീറി. ആരതൊക്കെ പറഞ്ഞു തരണത്? ഇത് ശരിയാണെന്ന് എന്തിനാ അച്ഛനമ്മമാർ പറയണത്? ഷോൾഡറിൽ കുറച്ച്, മുട്ടിൽ കുറച്ച്. എന്താ ഇപ്പം ഇതിൻ്റെ കാര്യം? എനിക്കറിയാച്ചിട്ട് ചോദിക്കുക. എന്തോ നല്ല കാലം 10-13 കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട് വീട്ടിലൊന്നും പുറത്തേക്ക് പോകാറ് പതിവില്ല. എല്ലാം ചെക്കന്മാരുണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സ്. എങ്ങോട്ട് പോകണമെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യാൻ അവരുണ്ട്. എന്ത് വേണമെങ്കിൽ കൊണ്ടുതരും. എന്തിനാ പുറത്ത് പോകണത്? ഈ തിരുട്ടുത്തരം കള്ള ജന്തുക്കളുടെ പോക്കിരത്തരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയണു, സത്യം സമത്വം ക്ഷമ തൊട്ടു പുണ്യഗുണങ്ങളാൽ ഉൾത്തടമാകമാനം വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടും ഈ മാനുഷദേഹമാർന്നോൻ അറിഞ്ഞുകൊള്ളേണ്ടവയതെത്രയെത്ര, അറിഞ്ഞുകൊള്ളേണ്ടവയെ എത്രയെത്ര, ധർമ്മങ്ങൾ ചെയ്യേണ്ടവയെത്രയെത്ര. എന്താ പ്രസൻറ്റേഷൻ! അറിഞ്ഞുകൊള്ളേണ്ട കാര്യങ്ങൾ എത്രയൊക്കെയുണ്ട്, ധർമ്മങ്ങൾ ചെയ്യേണ്ടവ എത്ര. അതൊന്നും ഓർക്കാതെ അതിനൊന്നും സമയമില്ല. അതൊന്നും ഓർക്കാതെ നിരന്ന അനേക വിഘ്നങ്ങൾ മുമ്പാകെ മിഴിച്ചു നിൽക്കെ. അതൊന്നും ഓർക്കാതെ നിരന്ന് അനേക വിഘ്നങ്ങൾ മുമ്പാകെ മിഴിച്ചു നിൽക്കെ. ശൃംഗാരകാര്യങ്ങളുരച്ചുകൊണ്ടും. എന്താ ഈ ശൃംഗാരം എന്ന് പറഞ്ഞാൽ അറിയൂല കേട്ടോ. അങ്ങനെയുണ്ട്. ധനാർജനത്തിൽ വഴിയോർത്തുകൊണ്ടും. എങ്ങനെയെങ്കിലും 10 ഉറുപ്പ്യ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും. തലകുത്തി നിന്നിട്ടോ കുതികാല് വെട്ടിയിട്ടോ. ശൃംഗാരകാര്യങ്ങളുരച്ചുകൊണ്ടും ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ, ഒരർത്ഥത്തിലെത്തില്ല, നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാം വിമൂഢൻ. വിമൂഢൻ എന്നാണ് പറഞ്ഞത്. മനോജ്ഞ രൂപങ്ങളിലേക്കു കണ്ണും അനന്ത ശബ്ദങ്ങളിലേക്കു കാതും. മനോജ്ഞ രൂപങ്ങളിലേക്ക്, അങ്ങനെയാണ്. മനോജ്ഞ രൂപങ്ങളിലേക്കു കണ്ണും അനന്ത ശബ്ദങ്ങളിലേക്കു കാതും. കാതും മധുർത്ത വസ്തുക്കളിലേക്കു നാവും. മധുർത്ത, എനിക്ക് അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായില്ല. എരിവും പുള്ളിയുള്ളതെന്ന് വിചാരിക്കണു ഞാൻ. മധുർത്ത വസ്തുക്കളിലേക്കു നാവും തനിക്കു തോന്നിയിടുമിടങ്ങളെല്ലാം. എവിടെ പോകേണ്ട വെച്ചാൽ അവനാണ് തോന്നിയ സ്ഥലം. മനസ്സതാത്മാവിനെ മെല്ലെ മെല്ലെ. മനസ്സ് അത് ആത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചങ്ങനെ കൊണ്ടുപോകെ. വലിച്ച് ഇഴച്ച് അങ്ങനെ കൊണ്ടുപോകെ. രസിച്ചുകൊണ്ടേ നടകൊള്ളൂ. രസിച്ചുകൊണ്ടേ നടകൊള്ളൂ. തൻ്റെ ബലത്തെയോർപ്പീല. അവൻ എന്തു ചെയ്യും? എന്ത് ബലമുള്ളത് നമുക്ക്? ആൾബലമില്ല, മനസ്സിന് ബലമില്ല, ശരീരബലമില്ല, ബുദ്ധിബലമില്ല. പിന്നെ എന്ത് ബലമുള്ളത്? അസൂയാബലമുണ്ട്, പറഞ്ഞില്ല, ശൃംഗാരബലമുണ്ട്, ധനാർജന ആഗ്രഹമാകുന്ന ബലമുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല മക്കളെ. പറഞ്ഞില്ലേ? മനസ്സ് അത് ആത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചങ്ങനെ കൊണ്ടുപോകെ. രസിച്ചുകൊണ്ടേ നടകൊള്ളൂ. തൻ്റെ ബലത്തിൽ ഓർപ്പീല. അവനെന്തു ചെയ്യും? സത്യം സമത്വം ദയ തൊട്ട ദൈവീക സമ്പത്തിനാം സാധനയാർന്നിടാതെ. സത്യം സമത്വം ദയ തൊട്ട ദൈവീക കാര്യങ്ങൾ ഉണ്ടാവണേന്ന് ആരും പ്രാർത്ഥിക്കണില്ല. ശരിയല്ലേ? സത്യം പറയാൻ തോന്നിക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? സമത്വം, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആണുങ്ങളെ പോലെ തൻ്റെ ഇടം കാണിക്കണമെന്നോ? അങ്ങനല്ല. സ്ത്രീയായിട്ടുള്ള തൻ്റെ ഇടം കാണിച്ചാൽ മതി. അപ്പോൾ സത്യം സമത്വം ദയ തൊട്ട് ദൈവിക സമ്പത്തിനാം സാധനയാർന്നിടാതെ.
ധനം ഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം സംതൃപ്തി കൊണ്ടിടുകയാം വിമൂഢൻ. ഒരു കാറുണ്ട്, കോപ്പുണ്ട്. ധനം ഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം. ഞാൻ കേമനാണ്. എങ്ങനെ 20 കൊല്ലം ബാങ്കിൽ അടിമയാണെന്നുള്ളത് അറിയണില്ല. ഭാര്യയുടെ ശമ്പളത്തിൽ നിന്ന് കാറ്, ഭർത്താവിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിന്നെ വീട്, 20 വർഷം. അതിനിടയ്ക്ക് 2 കുട്ടികളുണ്ടായാലോ കഴിഞ്ഞു. 20 കൊല്ലത്തിലെ ഈ ലോണ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എഡ്യൂക്കേഷൻ ലോണാണ്. പിന്നെ എഡ്യൂക്കേഷൻ പട്ടാമ്പി അതിലൊക്കെ സമർത്ഥനാണ് എന്ന് പറഞ്ഞാൽ ആ വയ്യാവേലിയൊന്നുമില്ല. ഒരു വീട്, ഒരു ഹോം പ്ലസൊക്കെ ഉണ്ടായി. കുട്ടികളെ ഈശ്വരൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. ഭഗവാനെ നമ്പിനാൽ ഭഗവാൻ കൈവിടില്ല എന്നുള്ള പരമാർത്ഥമായ ഒരു സത്യം മാത്രമാണ് മനസ്സിലെ. അതുകൊണ്ടാണ് പറഞ്ഞത് ധനഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം സംതൃപ്തി കൊണ്ടേടുകയാം വിമൂഢൻ. മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം. എല്ലാവരും വിചാരിച്ചത് നീ തന്നെ എൻ്റെ ഭാര്യ ആവണം, നിങ്ങൾ തന്നെ എൻ്റെ ഭർത്താവണം. നോ, നമ്മളല്ല ഡിസൈഡ് ചെയ്യണത്. പിന്നെയോ നമ്മൾ ചെയ്തുള്ള കർമ്മഫലം. ചിലപ്പോൾ എലിയോ പൂച്ചയോ, ഭാര്യ എലിയായിട്ടും ഭർത്താവ് പൂച്ചയായിട്ടും വരും. അല്ലെങ്കിൽ ഭാര്യ പൂച്ചയായിട്ട് വരും, ഭർത്താവ് എലിയായിട്ടാവും. പരസ്പരം ദ്രോഹിക്കാൻ മാത്രമായിട്ട്, ഓടിക്കളിക്കാൻ മാത്രമായിട്ട്, കള്ളനും പോലീസും കളിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു, മരിക്കുകിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം. അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്ക് മധ്യത്തിലായാലും അതേവ ശോച്യം. അതീവ ശോച്യം. ശോച്യം എന്ന് പറഞ്ഞ അർത്ഥം ശോചനീയം എന്നർത്ഥമായി. ശോചനീയം. അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്കു മധ്യത്തിലായാലും അതീവ ശോച്യം. ഇതോർത്തു യത്നിച്ചിടണം മനുഷ്യൻ. ഇത് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ യത്നിക്കണം. എന്തിനു വേണ്ടിയിട്ട്? വയ്യാതെയാം മുമ്പിൽ വിവേകപൂർവം. വയ്യാതെ കണ്ടാവുന്നതിൻ്റെ മുന്നേ തന്നെ അറിവോടുകൂടി വിവേകപൂർവം എന്ത് ചെയ്യണം? നശിപ്പതാകട്ടെ വിമുക്തി പോലും നേടാവതാം ഈ ഉടലുള്ള കാലം. അതായത് വിവേകപൂർവം നശിപ്പതാകട്ടെ വിമുക്തി പോലും നേടാവതാം ഈ ഉടലുള്ള ഈ ശരീരമുള്ളപ്പോൾ തന്നെ നേടേണ്ടതാണ് മോക്ഷയ്ക്ക്. അതിനുള്ള സംഗതികൾ നിഷ്കാമകർമ്മം. ഒന്നും വിചാരിച്ചിട്ടൊന്നും ചെയ്യണ്ട. നിഷ്കാമകർമ്മം, സമദൃഷ്ടി, ഭോഗവിരക്തി, സത്സംഗതി, ഭൂതമൈത്രി, ധ്യാനം. എന്താ ഭൂതമൈത്രി എന്ന് പറഞ്ഞാൽ? കോഴീനെ വാങ്ങാം, മുട്ടയിട്ടാൽ മുട്ട കഴിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കോഴിക്കുട്ടികൾ. അതാണ് കോഴീനെ പൊരിക്കരുത്. അങ്ങനെയാണ്. മുയലിനെ അറുത്ത് മാംസം വയ്ക്കരുത്. മുയലിനെ അല്ല, ജീവുള്ളതിന് ഒന്നിന്. അപ്പം നിഷ്കാമകർമ്മം, സമദൃഷ്ടി, ഭോഗവിരക്തി, സത്സംഗതി, ഭൂതമൈത്രി, ധ്യാനം തുടർന്ന് ഈ വിധം ആത്മകാര്യം സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ളോൻ ഇതൊക്കെ ആഗ്രഹിക്കണം. ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണം ഏതൊരാളും. ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണം ഏതൊരാളും. അല്ലാതെ മറ്റേ ചെവിയിങ്കലൂടെ ഉതിർന്നു പോയാൽ അവനത്ര നഷ്ടം. ഈ പറയണതൊക്കെ ആരും കേട്ടില്ല, കേട്ട് കളഞ്ഞാൽ പട്ടാമ്പിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരവർക്ക് നഷ്ടം, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റേ ചെവിയെങ്കിലൂടെ ഉതിർന്നു പോയാൽ അവനത്ര നഷ്ടം. അവന് ഭയങ്കര നഷ്ടമാണോ പറയണത്. സുഷുപ്തിയിൽ തെല്ലും ഉപശാന്തമായ മനസ്സ് ഈ വണ്ണം സുഖമെന്തുമെങ്കിൽ. ഒരു കണ്ടീഷണൽ ക്ലോസാണ് പറഞ്ഞത്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താ?
നല്ല ഗാഢമായ ഉറക്കം. ആ ഗാഢമായ ഉറക്കത്തിൽ ഉപശാന്തമായ മനസ്സ് ഈ വണ്ണം സുഖമെന്തുമെങ്കിൽ കുറച്ച് സുഖം കിട്ടില്ലേ? എന്ത് അസുഖമാണെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ സുഖം കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിലാൽ അങ്ങനെ നിത്യശാന്തി ലഭിക്കിൽ ആനന്ദമെന്തെന്തു ചൊല്ലാം. ഈ ജ്ഞാനം കൊണ്ട് നിത്യശാന്തി യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത. നിത്യമുള്ള ശാന്തി കിട്ടിയാൽ ആനന്ദമെന്ത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്ത് പറയാൻ സാധിക്കും എന്നാണ് ചോദിച്ചത്. അവിടെ നിർത്താം. അപ്പോൾ 783 ഇപ്പോൾ പറഞ്ഞത്. 780 അല്ല, നമുക്ക് ഇതവിടെ കഴിക്കാം. അതായത് ഇനിയൊരു 3 ശ്ലോകം കൂടി ഉള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം 29. ആയുസ്സും ആരോഗ്യവുമുള്ള വേള, ആയുസ്സും ആരോഗ്യവും ഉള്ള സമയത്ത് ഭാവാമയം തീരെ അകറ്റിടാകിൽ. ഭാവാമയം ഭാവന കൊണ്ട് സൃഷ്ടിക്കുന്ന ലോകങ്ങൾ, സുഖദുഃഖങ്ങൾ ചികിത്സ ചെയ്യുവാനുള്ളതല്ല, പിന്നെ മരുന്ന് കിട്ടാതിടമെന്തു ചെയ്യും. ചികിത്സ ഇന്ന മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ മരുന്ന് കിട്ടാനില്ല, എന്ത് ചെയ്യാൻ പറ്റും? സമയദോഷം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ആയുസ്സും ആരോഗ്യവുമുള്ള വേള ഭാവാമയം തീരെ അകറ്റിടായിൽ. ചികിത്സ ചെയ്യുവാനുള്ളതല്ല, പിന്നെ മരുന്ന് കിട്ടാതിടമെന്തു ചെയ്യും. മരുന്ന് കിട്ടാത്ത സ്ഥലത്താണ് ജീവിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? തൻ കൂടെഴും വൃക്ഷമറപ്പൂ കാലൻ അതോർത്തു മാറുന്നൊരു പക്ഷി പോലെ. പക്ഷികൾ വളരെ ഉയരമുള്ള വൃക്ഷങ്ങളുടെ കൊമ്പിൽ കൂടുകൂട്ടും. പക്ഷേ ആ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, ഈ കൂടുള്ള കൊമ്പുകൾ കോടാലി വെക്കാൻ തുടങ്ങിയാൽ അവരെന്ത് ചെയ്യും? ആ കൂട്ടിൽ നിന്ന് വേറെ പോവും. അവർ കരയെ പിടിക്കുകയെ പോലീസിൽ പിന്നെ കംപ്ലൈൻറ്റ് പറയുകയെ പാർട്ടിക്കാരെ കൊണ്ടുവരുമൊന്നും ചെയ്യില്ല. നമ്മളങ്ങനെയല്ലല്ലോ. നല്ല കാര്യം, റോഡ് വരേണ്ട കാര്യത്തിനാണെങ്കിലും ശരി, നമ്മളപ്പം എതിർക്കും. അവിടെയാണ് മനുഷ്യൻ്റെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞത്. തൻ കൂടെഴും വൃക്ഷമറപ്പൂ കാലൻ അതോർത്തു മാറുന്നൊരു പക്ഷി പോലെ. ദേഹാഭിമാനാദി നിവൃത്തി ഉപായം ആരാഞ്ഞിടുന്നോനണയുന്നു സൗഖ്യം. ദേഹാഭിമാനാദി നിവൃത്തി ഉപായങ്ങൾ. ശരീരം ക്ഷീണിക്കുന്നതിൻ്റെ മുമ്പ്, വൃദ്ധാവസ്ഥ പ്രാപിക്കുന്നതിൻ്റെ മുമ്പേ ദേഹാഭിമാനാദി നിവൃത്തി ഉപായമാരാനിടുന്നോനണയുന്നു സൗഖ്യം. പട്ടാമ്പി സൗഖ്യത്തില. കാരണം എന്താ? 47ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഉപദേശം കിട്ടി ഈ ഫീൽഡിൽ തിമർക്കാൻ തുടങ്ങി. ഇപ്പോൾ 73 വയസ്സായി. ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ആരോഗ്യം, കുറച്ച് ആഹാരം കഴിക്കൂ, കടന്നാൽ പിന്നെ ഒന്നും അറിയില്ല, സുഖമായിട്ടുള്ള നിദ്ര. 5 മണിക്ക് എണീക്കും ചെയ്യും, 5-5:15 ആകുമ്പോഴേക്കൊക്കെ എണീക്കും. ഒന്നിനൊരു ഷാട്ടില്ല, ഇന്നത് വേണം, ഡ്രസ് കോഡ് ഇല്ല തന്നെ. അപ്പോൾ ദേഹാഭിമാനാദി നിവൃത്തി ഉപായമാരാഞ്ഞിടുന്നോനണയുന്നു സൗഖ്യം എന്ന് പറഞ്ഞു. പിന്നെയോ സ്വജീവിതം രാപ്പകൽ മെല്ലെ മെല്ലെ മുറിപ്പതായോർത്തു ഭയന്നു വിദ്വാൻ. സ്വജീവിതം, സ്വന്തം ജീവിതം രാപ്പകൽ മെല്ലെ മെല്ലെ മുറിപ്പതായോർത്ത്. അല്ലേ, ഓരോ ദിവസം ഗുഡ് മോർണിംഗ് പറയണു, ഗുഡ് നൈറ്റ് പറയണു, പക്ഷെ നമ്മുടെ ആയുസ് കുറയണു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. എന്താ കൂടണത്? ദയാദാക്ഷിണ്യം കൂടുന്നില്ല, അഹങ്കാരം. കയ്യും കാലും കൊമ്പൊക്കെ വയ്ക്കും അഹങ്കാരത്തിന്. തന്നെ ഒരു വഴിക്ക്, നല്ല വഴിക്ക് ആക്കിയവനെ ആദ്യം ചളിവാരി എറിയും. അങ്ങനെയാണ്. ജോലി വാങ്ങി തന്നവരെ കുറ്റം പറയാം. എന്താ ചെയ്യാ? അഹങ്കാരം. സ്വജീവിതം രാപ്പകൽ മെല്ലെ മെല്ലെ മുറിപ്പതായോർത്തും ഭയന്നു വിദ്വാൻ ഭോഗാശ കൈവിട്ടുടൻ എൻ പാദാംബുജോപാസനം ചെയ്തു സുഖിച്ചിടുന്നു. വിദ്വാൻ എന്താ ചെയ്യണത്? ഭോഗത്തിൽ ആശ കൈവിട്ട് ഭഗവാന്റെ തിരുവാദ പത്മങ്ങളിൽ ശ്രദ്ധായുക്തനായിട്ട് ഉപാസനം ഉപാസനം ചെയ്തു സുഖിച്ചിടുന്നു.
ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ സപ്തചത്വാരി സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ 784 എപ്പിസോഡാണ് അടുത്ത ദിവസം ഉണ്ടാവുക. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് സ്മരിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.